അടിമാലി ടൗണിലൂടെ കടന്നുപോകുന്ന ദേശീയപാതകളിൽ സീബ്ര ലൈനുകൾ മാഞ്ഞത കാൽനട യാത്രികരെ വലയ്ക്കുന്നു. തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾക്കിടയിലൂടെ ജീവനും കയ്യിൽ പിടിച്ചാണ് യാത്രക്കാർ റോഡ് മുറിച്ചു കടക്കുന്നത്. ടൗണിൽ സീബ്ര ലൈനുകൾ വരച്ചു ചേർക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ നടപടി കൈക്കൊള്ളണമെന്ന് കാൽനട യാത്രക്കാർ ആവശ്യപ്പെടുന്നു. സർക്കാർ ഹൈസ്കൂൾ പരിസരം, സെന്റർ ജംഗ്ഷൻ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, താലൂക്ക് ആശുപത്രി ജംഗ്ഷൻ, അപ്സറാക്കുന്ന് കവല തുടങ്ങിയ ഇടങ്ങളിലായിരുന്നു അടിമാലി ടൗണിൽ സീബ്ര ലൈനുകൾ ഉണ്ടായിരുന്നത്. ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പായുന്ന ടൗണിൽ സീബ്ര ലൈനുകൾ പൂർണ്ണമായി മാഞ്ഞുപോയത് കാൽനട യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് ജനിപ്പിക്കുന്നു. ഏറ്റവും തിരക്കേറിയ സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും സർക്കാർ ആശുപത്രിയിലേക്ക് എത്താൻ റോഡ് മുറിച്ചു കടക്കണമെങ്കിൽ രോഗികൾ നല്ല നേരം നോക്കണം. ടൗണിൽ സീബ്ര ലൈനുകൾ വരച്ചു ചേർക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അടിമാലിയിലെ ഹൈസ്കൂൾ, അവിടെ നിരവധിയായ കുട്ടികൾ വന്നു പോകുന്നതാണ്. അവിടെ സീബ്ര ലൈൻ ഇല്ല. അടിമാലി പരിസരത്തും ഒരിടത്തും സീബ്ര ലൈൻ വരയ്ക്കാത്തതുകൊണ്ട് വർഷങ്ങൾക്ക് മുൻപ് വരച്ചത് മാഞ്ഞു പോയതും ഇപ്പോൾ പുതുതായി വരയ്ക്കുവാൻ അധികാരികൾ തയ്യാറാകണം. അതല്ലെങ്കിൽ വലിയ അപകടമാണ് ഉണ്ടാകുന്നത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച അടിമാലി ടൗണിലെത്തുന്ന വാഹനങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു. സീബ്ര ലൈനുകൾ മാഞ്ഞതോടെ റോഡ് മുറിച്ചു കടക്കുവാൻ ശ്രമിക്കുന്ന കാൽനട യാത്രക്കാരെ വാഹനമോടിക്കുന്നവർ ഗവനിക്കാറേയില്ല. അടിമാലി സർക്കാർ ഹൈസ്കൂളിന് മുമ്പിൽ വിദ്യാർത്ഥികൾ ഏറെ പണിപ്പെട്ടാണ് പാത മുറിച്ചു കടന്നു പോകുന്നത്. പ്രായമായവർ പാത മുറിച്ചു കടക്കുമ്പോൾ പലപ്പോഴും തലനാരിഴയ്ക്കാണ് അപകടം പോലും ഒഴിവാകുന്നത്. രാവിലെയും വൈകിട്ടും റോഡ് മുറിച്ചു കടക്കാൻ ട്രാഫിക് പോലീസിന്റെ സഹായം ലഭിക്കുന്നുണ്ടെങ്കിലും ശേഷിക്കുന്ന സമയങ്ങളിൽ റോഡ് മുറിച്ചു കടക്കണമെങ്കിൽ യാത്രക്കാരുടെ തലവര തന്നെ നന്നാകണം. സിറ്റി വിഷൻ, അടിമാലി.